എന്തായിരിക്കും? കളിക്കാൻ പോണായിരിക്കും അല്ലേ? മഴ കുറച്ച് കുറഞ്ഞ്. മൊബൈൽ എന്തിനാ? അമ്മയെന്നാ പണിയെടുക്കുന്നാ? നോക്ക് ആദ്യം. എന്നാ ഇരുന്നാ നിങ്ങളെ യൂണിഫോം സ്കൂൾ തുറക്കാനായില്ലേ? അടിക്കണ്ടേ? ഓരോരുത്തരും അടിക്കട്ടെ. ദേവൂട്ടിനെ ഒന്ന് അടിച്ച അതിന് നിന്റെ ഒന്ന് അടിക്കാം. രണ്ടാളും ഓരോ. എന്റെ അച്ഛന് എത്ര റുപ്യ ലാഭം എന്നറിയാ? എത്രയാന്നാ ഇപ്പൊ ഒരു യൂണിഫോം അടിക്കുന്നതിന് പൈസ എത്രയാ? അച്ഛന് അമ്മ അടിച്ചു കൊടുക്കുന്നോണ്ട് ഒന്നും അറിയില്ല. അച്ഛനോട് പൈസ വാങ്ങി തന്നേക്കണം. എനിക്ക് യൂണിഫോം 500 റുപ്യ വെച്ച് വാങ്ങി തന്നോളാം. രണ്ടാളെ 2 ജോഡി ഉണ്ട്. എത്ര റുപ്യ? 500, 1000. ദേവുവിന്റെ തന്നെ 1000, നിന്റെതും 1000, 2000 റുപ്യ പിന്നാണാ. അന്ന് ഇതങ്ങ് വീഡിയോ കൊണ്ട് കൊടുത്തോ. 2000 റുപ്യയും അച്ഛന്റെ 2000 റുപ്യം പോയാൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റൂല. സൈക്കിളല്ല, അച്ഛന് ഒന്നും അറിയണ്ട. അച്ഛന് ലാഭം. അമ്മ ഇങ്ങനെ യൂണിഫോം അടിക്കുന്നുണ്ട്. അച്ഛന് പുറത്തും കൊടുക്കണ്ട. നല്ല രസമുണ്ട് അല്ലേ അമ്പാടി കളറ്? ഞാൻ പണിയെടുക്കുന്ന നോക്കറാ. ഇതാ ഞാൻ എടുത്ത പണി നോക്ക്. ഇങ്ങക്ക് ലാഭമാക്കി തരുന്ന ഞാൻ. അങ്ങനെയും കുറച്ച് ലാഭമാക്കി 2 ജോഡിയാ ലാഭം. എന്നെ കൊണ്ടൊരു ഉപകാരം ആട്ട്. തന്നോളാർക്ക് പൈസ തന്നോളൂ. ആയിക്കോട്ടെ, 2000 രൂപ ഇങ്ങനെ തന്നോളൂ. 2000 രൂപ 2000 രൂപ ഇങ്ങനെ തന്നോളൂ. വേറൊന്നും പറച്ചില്ല. ദേവൂട്ടി ഇത്ര നീളമുണ്ട്. നീളം ജാസ്തിയല്ലേ ദേവൂട്ടിക്ക്? നീളം വെക്കുമല്ലേ ചെയ്യുന്നത്. ഇത് മടക്കി അടിക്കണം. ഫുൾപണി കഴിഞ്ഞില്ല. ഒരു 2 ഇഞ്ചോളം മടക്കി അടിക്കും. പിന്നെ ദേവൂട്ടി നീണ്ടു പോക്ക. എത്ര വേഗം നീളം വെക്കുന്നത്? നല്ല തുണിയാണല്ലേ? നല്ല പാന്റിന്റെ പോലത്തെ തുണിയാണ്. നിന്റെ അടിപൊളി അല്ലേ? അടിപൊളി വീട് കണ്ടിട്ട് കൊറേ തയ്യൽ കിട്ടട്ടെ. തയ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി തയ്യോ കാര്യം കൊടുത്ത് അന്നെ കൊണ്ടായില്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും തയ്യൽ പഠിക്കുന്ന തന്നെയാ കേട്ടാ നല്ലത്. നല്ലൊരു യൂണിഫോം എല്ലാം അടിക്കണമെങ്കിൽ എത്ര പൈസയാണെന്നറിയാം. നമ്മൾ കടയിൽ ചെന്ന് നോക്കണം ഒരു ജോലിക്കെല്ലാം. പക്ഷേ നമുക്ക് കുറച്ചെങ്കിലും തയ്യൽ പഠിക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾക്ക് നമുക്ക് അടിക്കാമല്ലോ. പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് പണി എടുക്കുമ്പോൾ ഈ ഒരു പണി പഠിക്കാൻ എടുത്തിട്ട് തയ്യാലോ. യൂണിഫോമിന് നല്ല പൈസ ഉണ്ട്. അല്ലാണ്ട് കുറച്ച് വീഴുമ്പോഴത്തേക്ക് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മെഷീനും അറിയുന്നുണ്ടാ ഒന്നും അടിക്കല്. പിള്ളേരെ യൂണിഫോം ആവട്ടെ, എന്റെ ചുരിദാർ ആവട്ടെ, എന്തിനെങ്കിലും പൈസ അറിയുന്നുണ്ടെങ്കിൽ ചുരിദാറ് വീടിന്ന് വാങ്ങി കൊണ്ടുവരാണ്ട് കഴിക്കാൻ കഴിയല്ല. എല്ലാവർക്കും ചുരിദാറിന്റെ തുണിയും വാങ്ങിക്കൊടുത്ത് അടികൂലിയും കൊടുക്കണം. നിങ്ങൾക്കതില്ല ലാഭമല്ലേ അതും? എനിക്ക് ഭയങ്കര ലാഭം. എന്നിട്ടും വാങ്ങിത്തരൂല. അമ്പാടിന്റെ യൂണിഫോം അടിക്കണ്ട? രണ്ടും ഒരുമിച്ച് അടിക്കാൻ കഴിയാം. അമ്പാടി ഇപ്പൊ ഒരാൾ അടിച്ചിട്ട് ഒരാൾ അങ്ങനെയുണ്ടാണ്. ഒരു യൂണിഫോം അടിച്ചാൽ എത്ര പൈസ ഉണ്ട്? ഒരു യൂണിഫോം അടിച്ചാല് പല സ്ഥലത്തും പല വിലയാണ്. 500 റുപ്യുണ്ട് പീടികയില് ഒരു യൂണിഫോമിന്റെ. ഷർട്ട് പിന്നെ അല്ലാണ്ട് ഒരു ജോഡിക്ക് 500. ഓരോരുത്തർ 500 വാങ്ങും. ഓരോരുത്തർ കുറച്ച് വീടുകളിൽ അത്ര വാങ്ങുന്നില്ല എന്ന് തോന്നേ. കറക്റ്റ് അറിയില്ല നമുക്ക്. ഞാനിങ്ങനെ അടിക്കുന്നോണ്ട് എനക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല. ഞാനങ്ങനെ പൈസ കൂടുതലല്ലേ? പേരിന് പൈസ കൂടുതല. ആരോടെങ്കിലും ഇങ്ങനെ യൂണിഫോമിന്റെ എല്ലാം അടിക്കാനുണ്ടോ? എനിക്ക് ആരോടും വാങ്ങിട്ട് അടിക്കാറോ? വെറുതെ ഇങ്ങനെ ചോറെല്ലാം വെച്ച് സമയമുള്ള സമയത്ത് ചെയ്തോളേ. എനിക്ക് കയ്യല്ല അടിക്കാനൊന്നും കയ്യല്ല. ഇതന്നെ ഇപ്പൊ 3 ദിവസമേ ഉള്ളു സ്കൂൾ തുറക്കാൻ. ആ സമയത്ത് ഇരുന്ന് അടിക്കും. തയ്ക്കാനെല്ലാം എല്ലാ മോഡലും തയ്ക്കാൻ അറിയാം. പക്ഷേങ്കില് വല്ലാത്തൊരു മടിയാണ്. തയ്ക്കാനെല്ലാം നല്ലോണം അറിയാം. എല്ലാ മോഡലും അടിക്കാനും അറിയാം. പിന്നെ വലിയ വില മാത്രമേ കുറച്ചൊരു ഷർട്ടല്ലോ അത് കുട്ടികളെ പാൻറ്റും ഇതെല്ലാം അടിക്കാം. പക്ഷേങ്കിൽ മടി പിടിച്ചു പോയി. അത് തന്നെ നമുക്കൊരു സപ്പോർട്ടിന് ചെയ്യാൻ വേണ്ടി നിൽക്കൂല. 10 റുപ്യന്റെ വരുമാനം കിട്ടി കഴിഞ്ഞാല് നമുക്കൊരു ഇതായില്ലേ? ഒന്നും ഇല്ലെങ്കിൽ ഇന്ത്യ ആവശ്യത്തിനുള്ള പൈസ എനിക്ക് കിട്ടൂലേ? എന്നാ പിന്നെ അതൊന്നും കഴിയല്ലോ. അതേപോലെ അത്യാവശ്യം ദേവൂട്ടിക്ക് മേക്കപ്പിനുള്ള സാധനങ്ങൾക്കെല്ലാം
ആരോടെങ്കിലും എന്തെങ്കിലും കുറച്ച് തയ്ക്കാൻ വാങ്ങിയിട്ട് തയ്ക്ക്. വെറുതെ ഇപ്പൊ യൂണിഫോമിന് തിരക്കല്ലേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ നമ്മളെ ഫ്രണ്ടോടെ പറഞ്ഞിട്ട് കൊണ്ടുതരാം. പറ്റുവാ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു തീർക്കാൻ നോക്കുമ്പോ നീ എന്തെങ്കിലും ആക്കി ഇന്നോട്ട് പറഞ്ഞു ഒരു കാര്യമില്ല. നിങ്ങൾ അന്ന വിളിക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ വിളിക്കണ്ടേ? അച്ഛൻ ഉറങ്ങാൻ പോയി. എന്ത് നീ നിനക്ക് തയ്ക്കണം? അത് കറണ്ടാന്നേ. ഷോക്ക് അടിക്കും. നിനക്ക് അടിക്കാം. നീ ഡസ്റ്റർ അടിച്ചോ വേണമെങ്കിൽ ഡസ്റ്റർ അടിക്കാൻ പഠിപ്പിക്കാം ഞാൻ. പക്ഷെ തൽക്കാലം ഇപ്പൊ ഇതാ 2-3 ദിവസത്തിനുള്ളിൽ യൂണിഫോം അടിക്കണത്. മാറി ഞാൻ അടിക്കുന്നത്. എടാ ആടുന്ന് തയ്ച്ചു കഴിഞ്ഞാ മിഷൻ അങ്ങോട്ടാ പോവാന്ന്. അതാ നൂല് കയറിപ്പോന്ന ചക്ക യൂണിഫോം. അമ്പാടി നീ കളറിട്ടിട്ട് പോണ്ടി വരുവേ. സാരമില്ല. അങ്ങനെ അടിച്ചിട്ട് നിൽക്കുന്ന വേണ്ടേ? എന്റെ നൂല് തീർക്കേ. എന്നിട്ട് പോയാ പണി നടക്കൂല. പോ. ആ അച്ഛ ഭയങ്കര ഇഷ്ടം. എണീറ്റ് പോ. അടിക്കമ്മ എനിക്ക് ഫോണ് കാണണോ? ഫോണ് കാണണോ? അടിക്ക്. വേഗം തന്നെയാണ് മോനെ അടിക്കുന്നത്. അടിക്കാൻ പണിയുണ്ട്. വിചാരിക്കും പോലെ ഒന്നും ആവില്ല. എവിടേക്ക് പോക്കറ്റ് വേണം പോലും. പോക്കറ്റല്ല മക്കളെ പണിയാപ്പാ. അനക്ക് പോക്കറ്റ് ഒക്കെ എടുക്കറേ. അനക്ക് കീശക്കും പോണം. അനക്ക് ബാക്കിലും പോണം. ഞാൻ പോട്ടെ തായ. ഞാൻ തായ പോട്ടെ. ഇനി എത്ര നേരമായി വിളിക്കുന്നു ദേവു? എനിക്ക് ഈ ഒന്ന് മാത്രം അടിച്ചാൽ മതിയാ. നീ അത് അളവ് നോക്കി ഒന്ന് ഇട്ട് നോക്കി. എന്റെ ആ ഉടുപ്പിന്റെ മേലെ കൂടി ഒന്ന് ഇട്ടോ. അതാ പാവാടേതാ. അത് ഇറക്കം അധികമാണോ വണ്ണം അധികമാണോ എന്നെല്ലാം നോക്കിയിട്ട് മറ്റേ അളവിന് വന്നതിനേക്കാലോ വലുത് വേണോന്നല്ലേ നീ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ വലുതാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇട്ട് നോക്ക്. എന്നിട്ടാകുമ്പോൾ നോക്കാം. എന്നിട്ട് മറ്റേന് കൂട്ടോ കുറക്കോ ചെയ്യാം. കറക്റ്റ് അല്ലേ? ഇസ്തിരി ഇട്ടാല് ഇത്ര ഇറക്കം വേണ്ടേ? നീ അഥവാ നീളം വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ കുറെ കൂട്ടി അടിച്ചിന്. അത് ഇസ്തിരി ഇട്ടാലേ ആ ഫ്ലീറ്റ് നല്ല ഫ്ലീറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. മറ്റേതുപോലെ ടൈറ്റ് ഇല്ലല്ലോ. നേരെ നിന്നാ മറ്റേതുപോലെ ടൈറ്റ് ഇല്ലല്ലോ. ഈ ലൂസ് വേണ്ടേ? ഇതിന്റെ ഉള്ളിൽ ഷർട്ടും കൂടെ വരുമ്പോ ഓക്കെ ആയിക്കോളും. എന്നാ അയച്ചോ. അമ്മ എന്റെ കഴിഞ്ഞ മോളെ നിന്റെ കഴിഞ്ഞ്. അതിന്റെ നിന്റെ ഇനി പറഞ്ഞേക്കറ. ഇനി നാളെ ഏട്ടന്റെ അടിക്കും. ഇന്നിനെ ഏട്ടന്റെ അടിക്കാൻ നേരമില്ല. ഇനി ഏട്ടന്റെ അടിക്കണോ? അത് നാളെ അടിക്കാം. നമുക്ക് ചായ വെക്കാനായില്ലേ? ഇപ്പൊ അച്ഛൻ വിളിക്കും. ക്ഷീണം പിടിച്ചു പോയി. ഇനി നാളെ ഏട്ടന്റെ അടിക്കാം. നോക്കേ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാരും കണ്ടില്ലേ? ചെറിയതൊന്നുമല്ല. ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ട വീഡിയോ വരുവേ. അപ്പൊ യൂണിഫോം അടിക്കുന്ന ഒരു തിരക്കിലാന്നുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. എന്നാലും നമ്മുടെ യൂണിഫോമിന്റെ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഒരു യൂണിഫോം നമ്മൾ സ്വയം നമുക്ക് പരമാവധി സ്റ്റിച്ചിങ് പഠിക്കുന്നത് നല്ലത് തന്നെ കേട്ടോ. ഇപ്പം എല്ലാത്തിനും വില അധികമായിട്ട് വരില്ലെന്ന് നമ്മുടെ കുട്ടികളെ യൂണിഫോം നമുക്ക് തന്നെ തയ്ക്കാം ഒന്നുമില്ലെങ്കിലും. അതുകൊണ്ട് എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാനും അങ്ങനെ നല്ലോണം തയ്യൽ പഠിച്ചിട്ടൊന്നുമല്ല. നമ്മളെ കൊണ്ട് ആവും പോലെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ വേഗം ഒന്ന് വൈകിട്ട് വന്നിട്ട് പോണം. കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.